ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇവൻ വിളിച്ചപ്പോ മാത്രം നീ അറിഞ്ഞൂല്ലേ? വാട്ട്? ഇവനിടുമ്പോ ഈ ഷർട്ട് നല്ലതാ അല്ലേ? മാച്ചാ, ഓസം. അയ്യോ കിച്ചു, അതിന് ഞാനല്ലേ. ഏയ്, നിന്റെ ഭാഗത്ത് നോക്കുമ്പോ കറക്റ്റാ. ഞാൻ നിനക്ക് ചേരൂല. എനിക്ക് കളറില്ല, ഗ്ലാമർ ഇല്ല, കാശില്ല, ഒന്നുമില്ല. ഇവൻ കറക്റ്റാ, അടിപൊളിയാ. നീ മിണ്ടാര. ഇടി നീ തന്നെയല്ലേ പറഞ്ഞ ഫ്ലേർട്ടാണ്, വൃത്തിയിടാണെന്നൊക്കെ. കിച്ചു പതുക്കെ. അല്ലെങ്കിൽ പെമ്പിള്ളേരൊക്കെ എങ്ങനെയാ? ജീവനും ഇല്ല സ്നേഹിക്കുന്ന ചെക്കന്മാരുണ്ടാവും. എന്നിട്ട് അവരെയൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ ഉടായ്പന്മാരെ കാണുമ്പോ അവരുടെ പുറകെ പോക്കോളും. പിന്നെ എന്തിനാണ് ഈ പ്രേമാന്ന് പറഞ്ഞ എന്റെ പുറകെ കിടന്നത്? എക്സ്ക്യൂസ് മീ, വാട്ട് യു മീൻ? ഞാൻ എപ്പോഴെങ്കിലും തന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓ ഗോഡ്, ഒന്ന് ചിരിച്ച് സംസാരിച്ച അപ്പൊ തന്നെ പ്രേമാന്ന് വിചാരിച്ചോളും. കൾച്ചർലെസ് ഫെലോ. ആൻഡ് യു നോ സംതിങ്, എന്റെ ഔദാര്യം എന്ന് കൂട്ടിക്കോളൂ, നിന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും. Hey, what's happening here? Nothing यार, ये पागल बोल रही कि मैंने उसे धोखा दिया. Hey हीरो, अपने आप को क्या समझता है तू? हाँ, ऋतिक रोशन है क्या? अबे चल. अमित प्लीज ഒന്ന് പോയി തരൂ. चौकर साला. കിച്ചു, എന്താണ് മുഖത്തൊരു സന്തോഷമില്ലാത്ത? എന്തു പറ്റി? സന്തോഷമില്ലെന്നാരാ പറഞ്ഞേ? സന്തോഷത്തിന് കുറവൊന്നുമില്ല. ഞാൻ നിന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ, എന്തോ ഒരു വിഷമമുണ്ട്. സിനിമയിൽ വന്നിട്ടേ ആദ്യമായിട്ടാ ഡള്ളാവാത്തൊരു ഡ്രസ് എനിക്ക് കിട്ടണേ. കൊള്ളാവോ? പിന്നെ നന്നായിട്ടുണ്ട്. ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ സാർ, എന്നെ ഒന്ന് വിശ്വസിക്കുക. താൻ എന്തേറ്റുമെന്നാ പറയുന്നേ? ഇതിന് പണം മുടക്കുന്ന ഞാനാ, താനല്ല. ഈ അവസാന നിമിഷം ഇതൊന്നും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് സാർ? ഇതൊക്കെ നേരത്തെ പറയേണ്ടത്. തന്റെ പൈസ കൊണ്ട് താൻ മുടക്കണോ? എനിക്ക് തൽക്കാലം സൗകര്യമില്ല. അത് സാർ, സാറേ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട്. എനിക്കൊരു ചുക്കും ആലോചിക്കാനില്ല. താൻ തന്നെ പണി നോക്ക്. കിച്ചു, സാറൊന്ന് ചെല്ലാൻ പറഞ്ഞു. ആ സാറേ. ആ വയ്ക്കോ. ആ കിച്ചു, ഒരു പ്രശ്നമുണ്ടോ? നമ്മുടെ പടം നമ്മൾ പ്ലാൻ ചെയ്തപോലെ എന്തായാലും ചെയ്യാൻ പറ്റില്ല. കിച്ചുവിനെ നായകനാക്കി സിനിമ ചെയ്യാൻ ഞാൻ 100% കോൺഫിഡന്റ്. ആ പടം തിയേറ്ററിൽ ഓടുമെന്ന് എനിക്കുറപ്പാണ്. പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചോണ്ട് കാര്യമില്ലല്ലോ. പ്രൊഡ്യൂസർ പുതിയൊരാളാ. ഇതേ കാരണം പറഞ്ഞിട്ടാണ് ആദ്യത്തെ മാറിയത്, തനിക്കറിയാലോ. ഇപ്പൊ അയാളോടും ഈ സാറ്റലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ആരോ പിരികേറ്റി വെച്ചിരിക്കുക. സിനിമ ഒരാളുടെ മാത്രം ജീവിതമല്ലല്ലോ, ഒരുപാട് പേരുടെ ജീവിത പ്രശ്നം. ഇപ്പൊ ഞാനൊരു നോ പറഞ്ഞ ഈ സിനിമ ഇവിടെ വെച്ച് നിൽക്കും. അതിലും നല്ലത്